ചപ്പാത്തി മാറ്റി ചോറാക്കിയാൽ ഡയബറ്റിക്കിന് പകരം നിങ്ങൾ ചോറ് മാറ്റിയിട്ട് ചപ്പാത്തി ആക്കിക്കോളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു? ഒരു വ്യത്യാസമില്ല. 87% ഏതാണ്ടാണ് ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ചോറില്ലെങ്കിൽ 81% സംതിങ് ആണ് വീട്ടിലുള്ളത്. അതായത് ഒരു മാക്സിമം 10% ഡിഫറൻസ് ആണ് ഇത് തമ്മിലുള്ളത്. ഇതെന്ത് അതിനകത്ത് പുറകിലൊരു സയൻസ് ഉണ്ട്. കാരണം അതായത് ഇപ്പോൾ നിങ്ങൾ ചോറും ചപ്പാത്തിയും ചോറിനെ റീപ്ലേസ് ചെയ്ത് ചപ്പാത്തി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചപ്പാത്തി കുറച്ചുകൂടി നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു ചപ്പാത്തി 2 ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചപ്പാത്തിക്ക് മാക്സിമം വലിപ്പം വന്നാൽ എത്ര വലിപ്പം വരും? അതേ ഉള്ളൂ. നേരെ പറഞ്ഞ ചോറ് അങ്ങനെയല്ല. 2 തവി ചോറെന്നൊക്കെ പറഞ്ഞാൽ മലയാളിയുടെ തവിക്ക് പരിധിയില്ലാത്ത വലിപ്പം. അപ്പോ കൺട്രോൾ ചെയ്യാൻ എളുപ്പം നമുക്ക് ഗോതമ്പാണ് അല്ലെങ്കിൽ ചപ്പാത്തിയാണ് എന്നുള്ളത്. അല്ലാതെ ഈ പറഞ്ഞ ഒരു ഹെൽത്തി വേസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ രണ്ടും ഒരേ ഗുണങ്ങളാണ്. ഈ രണ്ടും വേണം കേട്ടോ. ഇപ്പൊ നമ്മളിത് ഇവിടെ ഇരുന്ന് പറയുന്നത് ഇത് രണ്ടും വേണ്ടെന്നല്ല. നിങ്ങളുടെ പ്ലേറ്റിൽ ഒരു കൃത്യമായ ബാലൻസ് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളുടെ റിക്വസ്റ്റ്. അതിനകത്ത് ചോറുണ്ടാകണം വേണ്ട സമയത്ത്, ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ടാവണം, മീറ്റ് വേണ്ടതാണെങ്കിൽ മീറ്റ് ഉണ്ടാവണം, ഫിഷ് ഉണ്ടാവണം, മുട്ട ഉണ്ടാവണം, വെജും നോൺ വെജും ഉണ്ടാവണം. ഇതെല്ലാം ഉള്ളതാണ് നമ്മളുടെ ഭക്ഷണം. ആ ഭക്ഷണത്തിൽ നമുക്ക് ബാലൻസ് ഉണ്ടാകണം എന്നുള്ളതാണ്.